സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കാലവർഷക്കാറ്റും ശക്തി പ്രാപിച്ചു. അടുത്ത 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ്. കാലവർഷം ശക്തമായതോടെ ഇടുക്കി ജില്ലയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിയന്ത്രണം. ശക്തമായ കാറ്റ്, മലയോര മേഖലയിലെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത എന്നിവ കണക്കിലെടുത്താണ് നിരോധനം. റോഡിലെ കുഴിയിൽ വീണ് ഗൃഹനാഥന് അടിയന്തര ശസ്ത്രക്രിയ. സംഭവം ആലുവ പെരുമ്പാവൂർ സംസ്ഥാന പാതയിൽ. ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡിൽ മഹിളാലയം കവലയ്ക്ക് സമീപമുള്ള കുഴിയിൽ വീണാണ് ഇരുചക്ര വാഹനയാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റത്. 1 കൊല്ലം പിന്നിട്ടിട്ടും ദുരിതം നിറഞ്ഞ വഴിയിൽ അറ്റകുറ്റപ്പണിക്ക് ഒരുങ്ങാതെ പൊതുമരാമത്ത് വകുപ്പ്. കനത്ത മഴയെ തുടർന്ന് കൊങ്കൺ റെയിൽവേ സർവീസ് തടസ്സപ്പെടുന്നത് 2 ആഴ്ചക്കിടെ 2ാം തവണ. റെയിൽവേ സർവീസ് തടസ്സം രത്നഗിരി സെക്ഷനിലെ ദിവാംഗതി വിൻഹർ സ്റ്റേഷനുകൾക്കിടയിലുള്ള ട്രാക്കിൽ മണ്ണ് വീണതിനെ തുടർന്ന് റദ്ദാക്കിയത് മുംബൈ, ഗോവ, വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെ 15 ട്രെയിനുകൾ. ജമ്മുകശ്മീരിലെ ദോഡ ജില്ലയിൽ സൈന്യവും തീവ്രവാദികളുമായി വീണ്ടും ഏറ്റുമുട്ടൽ. 4 സൈനികർക്ക് വീരമൃത്യു, 3 പേർക്ക് പരിക്ക്. മേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. തുടർച്ചയായ തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് സൈന്യം. ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ മുഹറം വ്രതാനുഷ്ഠാനത്തിൽ. ഇന്നും നാളെയുമായി 2 ദിവസമാണ് നോമ്പ്. മുഹറം മെക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകൻ മൂസയും അനുയായികളും പലായനം ചെയ്തതിന്റെ സ്മരണ പുതുക്കൽ. ഹിപ്നോട്ടിസം നടത്തി വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിൽ വിശദമായ അന്വേഷണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിന് DEO നേരിട്ട് നേതൃത്വം നൽകുന്നു. പരീക്ഷിച്ചത് വിദേശ രാജ്യങ്ങളിലടക്കം നിരോധിച്ച ചോക്കിംഗ് ആണെന്ന് സംശയം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി 1.5 ദിവസം കുടുങ്ങിയതിനു പിന്നാലെ കോഴിക്കോടും സമാന സംഭവം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയും ഒപ്പമുണ്ടായിരുന്ന 3 പേരും ലിഫ്റ്റിൽ കുടുങ്ങിയത് 1/2 മണിക്കൂറോളം. അപായമണി അടിച്ചിട്ട് ആരും കേട്ടില്ലെന്നും എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും ഒപ്പമുണ്ടായിരുന്നവർ. സപ്ലൈകോയ്ക്ക് 100 കോടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ 35% വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യാനാണ് സഹായം. വിതരണക്കാരുടെ കുടിശ്ശിക തീർക്കാനും തുക വിനിയോഗിക്കാമെന്ന് മന്ത്രി അറിയിച്ചു. KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇന്നും നാളെയുമായി വയനാട്ടിൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിവയുടെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും. ക്യാമ്പ് നടക്കുക KPCC പ്രസിഡന്റ് K സുധാകരൻ MPയുടെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരിയിലെ സപ്ത റിസോർട്ടിൽ. രാമായണ മാസത്തിനോടനുബന്ധിച്ച് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ട് ഉടൻ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകളാണ് പങ്കെടുക്കുക. 15ഓളം പിടിയാനകളും ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കും. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങും. ആനകൾക്ക് ഭക്ഷണം നൽകാൻ ഭക്തർക്ക് പ്രത്യേക അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഭാരവാഹികൾ. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി VN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. രാവിലെ മുതൽ ഭക്തർക്ക് ദർശനമുണ്ടായിരിക്കും. കർക്കിടകം 1 മുതൽ 5 വരെ നട തുറന്ന് പൂജകൾ നടക്കും. 20 രാത്രി ഹരിവിരാസനം ചൊല്ലി നട അടയ്ക്കും. ദർശനം ലഭിക്കുക വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക്.
കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേർ പോലീസ് കസ്റ്റഡിയിലെന്ന് സൂചന. ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുണ്ടായിരുന്നത് 10 പേർ. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിൽ. ഹർഷാദിനെ താമസിപ്പിച്ചത് വൈത്തിരിയിലെ റിസോർട്ടിലെന്നും സൂചന. വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ജനങ്ങൾക്കറിയാമെന്ന് ചാണ്ടി ഉമ്മൻ. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്നും 2004 മുതലുള്ള UDF സർക്കാർ ശ്രമഫലമാണ് വിഴിഞ്ഞമെന്നും പുതുപ്പള്ളി MLA. പരാമർശം വിഴിഞ്ഞത്ത് തറക്കല്ലിടുക മാത്രമാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്ന വിവാദത്തിനു പിന്നാലെ. ശക്തമായ കാറ്റിനെ തുടർന്ന് കോട്ടയം കുമ്മനത്ത് ക്ഷേത്ര പരിസരത്ത് മരം വീണ് വ്യാപക നാശനഷ്ടം. ഇലങ്കാവ് ദേവീക്ഷേത്ര പരിസരത്തെ കൂറ്റൻ മരമാണ് കടപുഴകി വീണത്. 1.5 വർഷം മുൻപ് നിർമ്മിച്ച നടപ്പന്തൽ, കൺവെൻഷൻ പന്തൽ എന്നിവ തകർന്നു. ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് ശക്തമായ കാറ്റ് വീശിയത്. കൊച്ചിയിൽ നിലം നികത്തി ഭൂമാഫിയ സംഘം 1.5 ഏക്കറോളം നിലം നികത്തിയത് പനങ്ങാട് ഭാഗത്ത്. ഭൂമാഫിയ ഇടപെടൽ, വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് കണ്ണടച്ച അധികൃതർ. ഇടുക്കി, തിരുവനന്തപുരം, കോട്ടയം ജില്ലാ കളക്ടർമാർക്ക് മാറ്റം. ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. നിലവിലെ കോട്ടയം ജില്ലാ കളക്ടറായ വി വിഘ്നേശ്വരി ഇടുക്കി കളക്ടറാവും. തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെ പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. IT മിഷൻ ഡയറക്ടറായ അനുകുമാരി തിരുവനന്തപുരം ജില്ലാ കളക്ടറാവും. പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായ ജോൺ വി സാമുവൽ കോട്ടയം കളക്ടറാവും. ശ്രീറാം വെങ്കിട്ടരാമനെ ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയോഗിച്ചു. നിയമനം സപ്ലൈകോ CMD സ്ഥാനത്ത് നിന്ന് മാറ്റി PB നൂഹിനെ നിയമിച്ച ഒരാഴ്ചയ്ക്ക് ശേഷം. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായും ചുമതല. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനായി എറണാകുളം മോട്ടോർ വാഹന വകുപ്പിന്റെ ഫയൽ അദാലത്ത് തീവ്രയജ്ഞം. കെട്ടിക്കിടക്കുന്ന 500ഓളം അപേക്ഷകളിൽ 100ഓളം ഫയലുകൾ ഇതിനോടകം തീർപ്പാക്കി. അദാലത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുക രാവിലെ 11 മുതൽ. അപേക്ഷകളിൽ വേഗം തീരുമാനം നടപ്പാക്കാനായി സെക്ഷൻ ക്ലർക്കുമാർക്കും അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർക്കും പ്രത്യേകം ചുമതല. മലപ്പുറം മേൽമുറിയിൽ വൻ കുഴൽപ്പണ വേട്ട. പിടിച്ചെടുത്തത് 30 ലക്ഷത്തിലധികം രൂപയുടെ കുഴൽപ്പണം. 8 പേർ പിടിയിൽ. പ്രതികളുടെ പക്കൽ നിന്ന് നോട്ടെണ്ണുന്ന മെഷീനുകളും കണ്ടെടുത്തു. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന പ്രതി പിടിയിൽ. എറണാകുളം നോർത്ത് പറവൂർ സ്വദേശി അഭിഷേകാണ് പിടിയിലായത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ സ്ഥിരമായി മോഷണം നടത്തി വന്നയാളാണ് അഭിഷേക്. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കനത്ത മഴയിൽ ചാലക്കുടിയിൽ മണ്ണിടിഞ്ഞു. അലവി സെന്റർ പള്ളിക്ക് സമീപം താമസിക്കുന്ന ചെമ്പോത്തിങ്കൽ പറമ്പിൽ ഹാറൂണിന്റെ വീടിന് സമീപത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. 1 മാസത്തിനിടയിൽ 3ാം തവണയാണ് ഈ ഭാഗത്ത് മണ്ണിടിയുന്നത്. മുൻപ് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ തഹസിൽദാരും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം 3 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് ഹാറൂൺ. അലങ്കാര മത്സ്യകൃഷിയിൽ നേട്ടങ്ങൾ കൈവരിച്ച യുവസംരംഭകന് അവാർഡുകളുടെ തിളക്കം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന മികച്ച അലങ്കാര മത്സ്യകർഷകനുള്ള അവാർഡ് ലഭിച്ച് കൊല്ലം ക്ലാപ്പന സ്വദേശി മുഹമ്മദ് ബിൻ ഫാറൂഖ്. മത്സ്യകൃഷി ചെയ്യുന്നത് വീടിനോട് ചേർന്നും തൊട്ടടുത്തുമായി തയ്യാറാക്കിയ 2 ഹാച്ചറികളിലായി. ജാപ്പനീസ് കോയ്, ഗോൾഡ് ഏഞ്ചൽസ്, ജിയോഫഗസ്, ടീട്ര തുടങ്ങിയ ഒട്ടേറെ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ക്ക് വേറിട്ടൊരു യാത്രയയപ്പ് നൽകി സഹപ്രവർത്തകർ. ഉദ്യോഗസ്ഥനെ നടുവിലിരുത്തി ഒപ്പന കളിച്ചാണ് യാത്രയയപ്പ് നൽകിയത്. ശക്തമായ കാറ്റിലും മഴയിലും വൈക്കം വെച്ചൂർ അച്ചിനകം പാടശേഖരത്തിലെ മോട്ടോർ പുര തകർന്നു. പാടശേഖരത്തിലെ മോട്ടോർ പുരയുടെ മേൽക്കൂര കാറ്റിൽ പറന്ന് ആറ്റിൽ പതിക്കുകയായിരുന്നു. മോട്ടോർ പുര തകർന്നതിനാൽ കൃഷി നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. 134 ഏക്കർ പാടശേഖരത്തിൽ കഴിഞ്ഞ ദിവസമാണ് വിത്ത് വിതച്ചത്.
60 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ആരംഭിച്ച കായിക ഇനത്തിന് കേരളത്തിൽ പ്രിയമേറുന്നു. ആരാധകർ ഏറുന്നത് സംസ്ഥാനത്ത് പുതിയതായി ചുവടുറപ്പിക്കുന്ന പിക്കിൾ ബോളിനാണ്. കേരളത്തിലെ ആദ്യ പിക്കിൾ ബോൾ ടൂർണമെന്റിന് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ തുടക്കമായി. ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ഷട്ടിൽ, ബാഡ്മിന്റൺ എന്നീ 3 കായിക ഇനങ്ങളുടെ സങ്കരമാണ് പിക്കിൾ ബോൾ. വയനാട് പുൽപ്പള്ളിയിൽ കനത്ത മഴയിൽ വീടിന്റെ മുറ്റത്തോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു. താഴെയങ്ങാടി ചേലാമഠത്തിൽ തോമസിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് 50 അടിയോളം ഇടിഞ്ഞു താഴ്ന്നത്. റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. ആലപ്പുഴ ജില്ലയിലടക്കം മാർച്ച് 25 വരെ താറാവ്, കോഴി വളർത്തലിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പുതിയ പക്ഷിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നിരോധിച്ചു. ആലപ്പുഴ ജില്ലയിൽ കൂടി കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകളിലെ ഇറച്ചിക്കോഴിക്കടത്ത് നിരോധിച്ചതായും മന്ത്രി. കർഷകരെ സഹായിക്കാൻ പക്ഷിപ്പനി ജീവനോപാധി പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിനെ കണ്ട് നിവേദനം നൽകിയതായും മന്ത്രി. റെഡ് സോൺ പരിധിയിൽ പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം തടയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. പ്രതിഷേധം വയനാട് ജില്ലയിലെ വാളത്തൂർ ചീരമട്ടം ക്വാറിക്കെതിരെ. പ്രശ്നത്തിൽ ഇടപെട്ട് ടി സിദ്ദിഖ് MLA. പ്രശ്നത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ടി സിദ്ദിഖ്. തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോകുന്ന രാജധാനി ട്രെയിനിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. രാജധാനി ട്രെയിനിൽ ഡൽഹിയിലേക്കും ഉത്തരേന്ത്യൻ നഗരങ്ങളിലേക്കുമുള്ള യാത്രക്കാരിൽ വലിയ ശതമാനവും മലപ്പുറത്ത് നിന്നുള്ളവർ. ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ തീരുമാനമെടുക്കാൻ റെയിൽവേ തയ്യാറാകണമെന്നും മന്ത്രി. ദുരൂഹ സാഹചര്യത്തിൽ ദുബായിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം വിട്ടുകിട്ടുന്നില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ. തൃശൂർ അരിമ്പൂർ സ്വദേശി അരുൺകുമാറിന്റെ മൃതദേഹമാണ് നാട്ടിലെ ബന്ധുക്കൾക്ക് ലഭിക്കാൻ വൈകുന്നത്. ദുബായ് പോലീസിന്റെ നടപടികൾ പൂർത്തിയാക്കാൻ വൈകുന്നതാണ് പരാതിക്ക് കാരണമെന്ന് അരുണിന്റെ ബന്ധുക്കൾ. കൊല്ലം സ്വദേശിയായ സുമേഷിന്റെ പാൻ കാർഡ് ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ്. വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് 6 കോടിയിലധികം രൂപയുടെ നികുതിയാണ് വെട്ടിച്ചത്. തട്ടിപ്പ് നടത്തിയത് പാൻ കാർഡിന്റെ പകർപ്പ് ഉപയോഗിച്ച് വേസ്റ്റ് വ്യാപാരത്തിനുള്ള GST രജിസ്ട്രേഷൻ തരപ്പെടുത്തി. തിരൂരങ്ങാടിയിലെ വ്യാജ RC നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി. പ്രതിഷേധം 3 പേരെ അറസ്റ്റ് ചെയ്ത് RTO ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമമെന്ന ആരോപണത്തിൽ. കേസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്താതിരിക്കാൻ മന്ത്രി ശ്രമിക്കുന്നു. കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ. അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ച് സ്വിറ്റ്സർലൻഡ് താരം ഷെർദാൻ ഷാക്കിൽ വിരമിക്കൽ പ്രഖ്യാപനം സമൂഹ മാധ്യമത്തിലൂടെ. 125 മത്സരങ്ങളിൽ സ്വിസ് കുപ്പായം അണിഞ്ഞ താരം 32 ഗോളുകൾ നേടി. പാരീസ് ഒളിമ്പിക്സിന് ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് ആശംസയുമായി വിരാട് കോഹ്ലി. 2020 ലോകകപ്പ് നേടിയ ശേഷമുള്ള കോഹ്ലിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് വൻ പിന്തുണ. ജർമ്മൻ താരം തോമസ് മുള്ളർ ബൂട്ടഴിച്ചു. 14 വർഷം ജർമ്മൻ കുപ്പായം അണിഞ്ഞ താരം 43 ഗോളുകൾ സ്വന്തമാക്കി. 2014 ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിൽ അംഗമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ നിരസിച്ച് മധ്യനിര താരം ജിക്സൺ സിംഗ്. ഈസ്റ്റ് ബംഗാളുമായി താരം കരാറിലെത്തിയതായി റിപ്പോർട്ട്. ജിക്സൺ സിംഗിനായി രംഗത്തുണ്ടായിരുന്നത് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും. ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പ് കിരീട നേട്ടത്തിന് പിന്നാലെ നടത്തിയ വിജയാഘോഷത്തിൽ വിശദീകരണവുമായി ഹർഭജൻ സിംഗ്. ഒരാളുടെയും വികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തെങ്കിലും തെറ്റായി തോന്നുന്നുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും താരം.
ബാഴ്സലോണയ്ക്ക് തിരിച്ചടി. കോപ്പ അമേരിക്കയ്ക്കിടെ പരിക്കേറ്റ ഉറുഗ്വേ താരം റൊണാൾഡോ അറൗജോ പുറത്ത്. പ്രീ സീസൺ തയ്യാറെടുപ്പും സീസണിന്റെ തുടക്കവും താരത്തിന് നഷ്ടമാകും. ഡിസംബർ വരെ അറൗജോയ്ക്ക് വിശ്രമം ആവശ്യമെന്ന് റിപ്പോർട്ട്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ നിലവിലെ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാക്കളായ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഫോർവേഡായ അഭിഷേക് ഇന്ത്യയ്ക്കായി ഒളിമ്പിക്സിൽ അരങ്ങേറുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നത് സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് അഭിഷേക്. കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് തുടങ്ങി സുപ്രധാന ടൂർണമെന്റുകളിൽ പങ്കെടുത്തിട്ടുള്ള താരമാണ് അഭിഷേക്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ UK പര്യടനത്തിൽ മിച്ചൽ മാർഷ് ക്യാപ്റ്റൻ. പാറ്റ് കമ്മിൻസിന് വിശ്രമം. ഇംഗ്ലണ്ടുമായി 5 ഏകദിനങ്ങളും 3 T20യും കളിക്കും. സ്കോട്ട്ലൻഡുമായി കളിക്കുക 3 T20 മത്സരങ്ങൾ. വിരമിച്ച ഡേവിഡ് വാർണറിന് പകരം ഓപ്പണറായി ഫ്രേസർ മക്ഗർക്ക് ടീമിൽ. സീസണ് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി. എതിരില്ലാത്ത ഒരു ഗോളിന് നോർവീജിയൻ ക്ലബ് റോസൻബർഗിനോട് പരാജയപ്പെട്ടു. പ്രധാന താരങ്ങളില്ലാതെയാണ് യുണൈറ്റഡ് കളത്തിലിറങ്ങിയത്. ചാമ്പ്യൻ ട്രോഫിയിൽ ഡേവിഡ് വാർണറെ പരിഗണിക്കില്ലെന്ന് ഓസ്ട്രേലിയൻ ചീഫ് സെലക്ടർ ജോർജ് ബെയ്ലി. വാർണർ വിരമിച്ച താരമാണെന്നാണ് അറിവെന്ന് ബെയ്ലിയുടെ പരാമർശം. ടൂർണമെന്റിൽ പരിഗണിച്ചാൽ കളിക്കുമെന്ന് വാർണർ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. IPL മെഗാ താരലേലത്തിന് മുമ്പായി ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് വിട്ടേക്കുമെന്ന് റിപ്പോർട്ട്. ചെന്നൈ സൂപ്പർ കിങ്സിൽ MS ധോണിക്ക് പകരക്കാരനായി ഋഷഭ് പന്ത് എത്തുമെന്നും റിപ്പോർട്ട്. ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിന്റെ നായക സ്ഥാനത്തെത്തുന്നത് 2021. രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള QET UG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് NTA. പരീക്ഷ ജൂലൈ 19 ഓൺലൈനായി പരീക്ഷ നടത്തുമെന്ന് NTA. മുംബൈയിൽ ബസ് ട്രാക്ടറുമായി കൂട്ടിയിടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞ് 5 മരണം, നിരവധി പേർക്ക് പരിക്ക്. അപകടം മുംബൈയിലെ എക്സ്പ്രസ് ഹൈവേക്ക് സമീപം. അപകടത്തിൽപ്പെട്ടത് ഡോംബി വലിയിലെ കേസർ ഗ്രാമത്തിൽ നിന്ന് പന്തർപുരിയിലേക്ക് പോകുകയായിരുന്നു ബസ്. പരിക്കേറ്റവരെ MGM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന് DCP പങ്കജ് ദഹാനെ. ഛത്തീസ്ഗഡ് മുൻ പബ്ലിക് സർവീസ് ചെയർമാനെതിരെ CBI കേസെടുത്തു. കേസ് രാഷ്ട്രീയക്കാരുടെയും PSC ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളെ സർക്കാർ ജോലികളിൽ റിക്രൂട്ട് ചെയ്തതിന്. അറസ്റ്റ് ചെയ്തത് CGPSCയുടെ മുൻ ചെയർമാൻ തമൻ സിംഗ് സൊൻവാനി, മുൻ സെക്രട്ടറി ജീവൻ കിഷോർ ധ്രുവ്, പരീക്ഷാ കൺട്രോളർ എന്നിവരെ. 2023 മെയ് 11 ഫലം പ്രഖ്യാപിച്ച 2022 CGPSC പരീക്ഷയിൽ കൃത്രിമം നടത്തിയെന്ന് ആരോപണം. കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് 228 കിലോ സ്വർണം നഷ്ടപ്പെട്ടു. സ്വർണം കാണാതായതായും അതിൽ അന്വേഷണമില്ലെന്നും ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ. ഡൽഹിയിൽ മറ്റൊരു കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെയാണ് ആരോപണം. ജൂലൈ 10 കേദാർനാഥ് ക്ഷേത്രത്തിന് ഡൽഹിയിൽ തറക്കല്ലിട്ടിരുന്നു. വിക്രം മിശ്രി പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റു. പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദർ കുമാർ ഗുജ്റാൾ, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. ആശംസകൾ അറിയിച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അദാനി ഹിൻഡൻബർഗ് കേസ് പുനഃപരിശോധനാ ഹർജി തള്ളി സുപ്രീം കോടതി. ഹർജി തള്ളിയത് മുൻ ഉത്തരവിൽ പിഴവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഹർജി നൽകിയത് കേസ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാത്ത സുപ്രീം കോടതി ഉത്തരവിനെതിരെ. സെബിയിൽ നിന്ന് അന്വേഷണം CBIക്കോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ നൽകണമെന്നതായിരുന്നു ആവശ്യം.
നൈനിറ്റാൾ ബാങ്കിൽ നിന്ന് സൈബർ തട്ടിപ്പ്. 16.50 കോടി രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ബാങ്ക് മാനേജറുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും നിയന്ത്രിക്കാൻ ഹാക്ക് ചെയ്ത സെർവറുകൾ ഉപയോഗിച്ചാണ് കുറ്റകൃത്യം നടത്തിയത്. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയതായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. IAS ട്രെയിനി പൂജ ഖേദ്കറിന്റെ മാതാപിതാക്കൾ ഒളിവിൽ. അന്വേഷണം ആരംഭിച്ച പോലീസ്. ഇരുവരും ഒളിവിലെന്നറിയുന്നത് ആയുധം കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ തുടർ നടപടിക്കായി പോലീസ് എത്തവേ മഹാരാഷ്ട്ര പഞ്ചായത്ത് അധ്യക്ഷയായ മനോരമ ഖേദ്കർ ഒരു തർക്കത്തിനിടെ കർഷകന് നേരെ പിസ്റ്റൾ ചൂണ്ടിയ വീഡിയോ പുറത്തു വന്നിരുന്നു. പോലീസ് നടപടി ഇതിനെ തുടർന്ന്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ മൗനം വെടിഞ്ഞ IAS പ്രൊബേഷണറി ഓഫീസർ പൂജ ഖേദ്കർ. ആരോപണം അന്വേഷിക്കുന്ന സെൻട്രൽ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകുമെന്നും സത്യം പുറത്തുവരുമെന്നും പൂജ മഹാരാഷ്ട്രയിലെ മാധ്യമങ്ങളോട്. മാധ്യമ വിചാരണ വഴി ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നത് തെറ്റാണെന്നും പൂജ. സിവിൽ സർവീസ് പരീക്ഷയിൽ മുൻഗണന ലഭിക്കാനായി വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുവെന്നാണ് പൂജയ്ക്കെതിരായ ആരോപണം. ഖേദ്കറിന് പിന്നാലെ വികലാംഗ അവകാശങ്ങൾ ഉന്നയിച്ച് ജോലി നേടിയെന്ന ആരോപണം നേരിട്ട മുൻ IAS ഉദ്യോഗസ്ഥൻ അഭിഷേക് സിംഗ്. ജോലി ലഭിക്കാൻ പൂജ ഖേദ്കർ വ്യാജ വികലാംഗ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്ന കേസ് നിലനിൽക്കെയാണിത്. നൃത്ത ജിം വീഡിയോകൾ വൈറലായിരുന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ വർഷം സിനിമയിൽ അഭിനയിക്കാൻ പദവി രാജിവെച്ചിരുന്നു. സർക്കാർ മലിനീകരണ സർട്ടിഫിക്കറ്റ് നിരക്കുകൾ ഉയർത്തി. പ്രതിഷേധവുമായി മലിനീകരണ നിയന്ത്രണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ ആഹ്വാനം ചെയ്ത് സംഘടന. നിരക്ക് വർധനവ് 5 രൂപയിൽ നിന്ന് 6 രൂപയിലേക്ക്. പ്രതിഷേധത്തെ തുടർന്ന് തലസ്ഥാനത്തെ 400 പെട്രോൾ പമ്പുകളിലെ 600 PUC കേന്ദ്രങ്ങൾ അടച്ചിടും. നടപടി പെട്രോൾ ഡീലർമാരുടെയും പമ്പുടമകളുടെയും നിർദ്ദേശത്തെ തുടർന്ന്. മധ്യപ്രദേശിലെ കമാൽ മൗല പള്ളി ഭോജ്ശാല ക്ഷേത്ര തർക്ക സമുച്ചയത്തിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട്. ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സർവേയിൽ നിന്ന്. സംസ്കൃത ലിഖിതങ്ങൾ, ക്ഷേത്രത്തിന്റെ തൂണുകൾ, ഹിന്ദു ദൈവങ്ങളുടെ പ്രതിമകൾ, ചിത്രങ്ങൾ എന്നിവ കണ്ടെത്തിയവയിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച പുരാവസ്തു ഗവേഷണ വകുപ്പ്. പവർ TV സംപ്രേഷണ വിലക്കിന് എതിരായ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി. കോടതി ഹർജി പരിഗണിക്കുക ജൂലൈ 22-ന്. കഴിഞ്ഞ 3 വർഷമായി ലൈസൻസ് പുതുക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം സംപ്രേഷണം തടഞ്ഞ ചാനലുകളുടെ കണക്ക് തേടി സുപ്രീം കോടതി. വിവരങ്ങൾ സമർപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വിവാഹമോചന ഹർജിയിൽ ഭാര്യ പായൽ അബ്ദുള്ളയ്ക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഹർജിയിൽ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. 15 വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുന്നതായും ഭാര്യയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടിയും വിവാഹമോചനത്തിന് നൽകിയ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. നടപടി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ. പശ്ചിമബംഗാൾ തീരത്ത് വലകളിൽ കുടുങ്ങിയ ഒലിവ് റിഡ്ലി കടലാമകളെ രക്ഷിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ കമലാദേവി. വംശനാശ ഭീഷണി നേരിടുന്ന ഇനമാണ് ഒലിവ് റിഡ്ലി കടലാമകൾ. ബംഗാൾ ഉൾക്കടലിൽ പതിവ് പട്രോളിംഗ് നടത്തുമ്പോഴാണ് വലയിൽ കുടുങ്ങിയ കടലാമകളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജീവനക്കാർ രക്ഷിച്ചത്. മണിക്കൂറിനുള്ളിൽ 11 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കി മധ്യപ്രദേശിലെ ഇൻഡോർ. ഗിന്നസ് ബുക്കിൽ നിന്ന് ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന ഖ്യാതിക്ക് പിന്നാലെ ഇത്തരമൊരു ചരിത്രം സൃഷ്ടിച്ചതിന് ഇൻഡോറിലെ ജനങ്ങൾക്ക് അഭിനന്ദനവും നന്ദിയും പറഞ്ഞു മോഹൻ യാദവ്.
ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ആന്റി നാർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ ആരംഭിക്കുന്നു. ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളെയും അനുബന്ധ പ്രശ്നങ്ങളെയും കുറിച്ച് ആർക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെ വിളിച്ചറിയിക്കാം. ഹെൽപ്പ് ലൈൻ ഈ ആഴ്ച ആരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രി അമിത് ഷാ അറിയിച്ചു. ടോൾ ഫ്രീ നമ്പർ 1933. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനൊരുങ്ങിയ ആന്ധ്ര സർക്കാർ. നന്ദ്യാലിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തിനാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു 10 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചതായി ആന്ധ്രാപ്രദേശ് ആഭ്യന്തരമന്ത്രി വി അനിത. 3 ആൺകുട്ടികൾ 9 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം മുച്ചുമാരി ഗ്രാമത്തിലെ കനാലിലേക്ക് തള്ളിയിട്ട സംഭവം ജൂലൈ 7-ന്. ജമ്മു കശ്മീരിൽ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ധനുഷിൽ നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു. കുപ്വാര ജില്ലയിലെ ലൈൻ ഓഫ് കൺട്രോളിലാണ് സൈനിക നീക്കമുണ്ടായത്. 3 ഭീകരരെ വധിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്നതിനായി ഭീകരർ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈനിക നീക്കം. പ്രദേശത്ത് ആയുധമേന്തിയ അജ്ഞാതരെ കണ്ടെന്ന് നാട്ടുകാരും വിവരം നൽകിയിരുന്നു. ബീഹാറിൽ വീണ്ടും പാലം തകർന്നത് ഗയ ജില്ലയിലെ ഗുൽസ്കാരി നദിക്ക് കുറുകെയുള്ള പാലം. ഭഗവതി ശർമ്മ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. 4 ആഴ്ചക്കിടെ തകരുന്ന 14ാമത്തെ പാലം. തുടർച്ചയായി പാലം തകർന്നു വീഴുന്നതിൽ ബീഹാർ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വീണ്ടും അപകടം. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് മത്സരിക്കും. പ്രഖ്യാപനം ട്രംപിനെതിരായ വധശ്രമത്തിന് പിന്നാലെ. വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ട്രംപ് വീണ്ടും പ്രചാരണ രംഗത്ത് സജീവം. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹായോയിൽ നിന്നുള്ള സെനറ്റർ JD വാൻസ് മത്സരിക്കും. വാൻസിന്റെ പേര് നിർദ്ദേശിച്ചത് ട്രംപ്. നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് ഇപ്പോൾ ട്രംപ് ക്യാമ്പിലെ പ്രമുഖനാണ്. വാൻസിന്റെ ഭാര്യ ഇന്ത്യൻ വംശജ ഉഷ ചിലുക്കുരിയാണ്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ പാർട്ടി തെഹ്രീക്ക് ഇൻസാഫ് നിരോധിക്കാൻ നീക്കം. ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ നടപടി ദേശദ്രോഹം അടക്കമുള്ള കുറ്റം ചുമത്തി. നീക്കം തെഹ്രീക്ക് ഇൻസാഫ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയതിന് പിന്നാലെ. നായ്ക്കളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ ജന്തുശാസ്ത്രജ്ഞന് 249 വർഷത്തെ തടവ്. ബ്രിട്ടീഷ് പൗരനായ ആദം ബ്രിട്ടനെയാണ് ഓസ്ട്രേലിയയിൽ 249 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. മൃഗങ്ങളെ ദുരുപയോഗം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീചനായ വ്യക്തി എന്നായിരുന്നു കോടതി ആദം ബ്രിട്ടനെ വിശേഷിപ്പിച്ചത്. മൃഗങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഗുഹ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. കണ്ടെത്തിയത് 1969 അപ്പോളോ 11 ഇറങ്ങിയ ഇടത്തിന് സമീപം. ഇത്തരം ഗുഹകൾ ചന്ദ്രയാത്രികർക്ക് വാസയോഗ്യമാണെന്ന് ശാസ്ത്രലോകം. ഇത്തരത്തിൽ നിരവധി ഗുഹകൾ ചന്ദ്രനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഏറ്റുമുട്ടൽ. 100ഓളം പേർക്ക് പരുക്ക്. ഏറ്റുമുട്ടൽ സർക്കാർ ജോലികൾക്കായുള്ള സംവരണ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന പ്രതിഷേധത്തിൽ. ഏറ്റുമുട്ടൽ സംവരണ വിരുദ്ധ സമരക്കാരും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ അംഗങ്ങളും തമ്മിൽ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ മലേറിയ വാക്സിൻ ആഫ്രിക്കയിൽ. പുറത്തിറക്കിയത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച R21 മെട്രിക്സ് എം വാക്സിൻ. ഐവറി കോസ്റ്റിലെ അബിജാനിലെ അബോബോയിൽ കുട്ടികൾക്കായി മലേറിയ വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനുള്ള ചടങ്ങിനിടെ ഔദ്യോഗികമായി പുറത്തിറക്കി.
അമേരിക്കയിലെ കാന്യൻ ലാൻഡ് നാഷണൽ പാർക്കിൽ അച്ഛനും മകളും മരിച്ചു. യൂട്ടായിലെ പാർക്കിൽ വഴിതെറ്റി കൊടും ചൂടിൽ വെള്ളം ലഭിക്കാതെയാണ് മരണം. നാഷണൽ പാർക്ക് സർവീസ് റേഞ്ചർമാർക്ക് ലഭിച്ച സന്ദേശത്തെ തുടർന്ന് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു. മരിച്ചത് വിസ്കോൺസിനിൽ നിന്നുള്ള 52-കാരനായ പുരുഷനും 23 വയസ്സുള്ള മകളും. അന്തരീക്ഷ ഈർപ്പത്തിൽ നിന്നും ഡെലിവറി ജീവനക്കാർക്ക് കുടിവെള്ളവുമായി ദുബായ്. സംവിധാനം ഡെലിവറി ജീവനക്കാർക്കായി ഒരുക്കിയ AC വിശ്രമ കേന്ദ്രങ്ങളിൽ ഓരോ വിശ്രമ കേന്ദ്രത്തിലും പ്രതിദിനം 100 ലിറ്റർ കുടിവെള്ളം വരെ ലഭിക്കാവുന്ന എയർ ടു വാട്ടർ ഡിസ്പെൻസറുകൾ ഇതിനായി സ്ഥാപിച്ചു. ഒരു വിശ്രമ കേന്ദ്രത്തിൽ 3 വാട്ടർ ഡിസ്പെൻസറുകളാണ് ഉണ്ടാവുകയെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. കുവൈറ്റിൽ പുതിയ എണ്ണവാതക പാടം കണ്ടെത്തിയത് ഫലേക്ക ദ്വീപിന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന അൽ നുഖാദ സമുദ്രമേഖലയിൽ. വൻതോതിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള എണ്ണയും അനുബന്ധ വാതക ശേഖരവുമാണ് കണ്ടെത്തിയത്. പ്രാഥമിക കണക്ക് പ്രകാരം എണ്ണ മേഖലയുടെ വിസ്തീർണം ഏകദേശം 96 ചതുരശ്ര കിലോമീറ്ററാണെന്ന് കുവൈറ്റ് ഓയിൽ കമ്പനി. സൗദി അറേബ്യയിൽ ജോലിയിൽ നിന്നും വിരമിക്കാനുള്ള പ്രായം 65 ഉയർത്തി. കഴിഞ്ഞ ദിവസം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിഷൻ 2030 പരിഷ്കരണ പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം. നേരത്തെ വിരമിക്കാനുള്ള പ്രായപരിധി 60 വയസ്സായിരുന്നു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. ഇൻഡോ ഖത്തർ വ്യാപാര സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആദ്യ യോഗം ദോഹയിൽ നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. യോഗത്തിൽ പ്രാദേശിക കറൻസി, വ്യാപാരം, കസ്റ്റംസ് സഹകരണം എന്നീ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച നടത്തി. അഫ്ഗാനിസ്ഥാനിൽ നാശം വിതച്ച കൊടുങ്കാറ്റ്. കനത്ത മഴയിലും കാറ്റിലും 35 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സുർഖ് റോഡ് ജില്ലയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചു. പുതിയ ടാബ് വാങ്ങാനൊരുങ്ങി ഗൂഗിൾ മാതൃകമ്പനിയായ ആൽഫബൈറ്റ്. $23 ബില്യൺ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പ് വിസ് വാങ്ങാൻ ചർച്ച. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് മിഷനിലൊന്നാണ്. എക്സിൽ ഡിസ്ലൈക്ക് ബട്ടൺ അവതരിപ്പിച്ചേക്കുമെന്ന് ഇലോൺ മസ്ക്. യൂട്യൂബിന് സമാനമായ ഡിസ്ലൈക്ക് ബട്ടൺ ആയേക്കുമെന്നാണ് സൂചന. എക്സിലെ പോസ്റ്റുകളോടും കമന്റുകളോടുമുള്ള എതിർപ്പും ഇഷ്ടക്കേടുകളും അറിയിക്കാൻ ഉപഭോക്താക്കൾക്കാകും. മസ്ക് ഏറ്റെടുത്ത ശേഷം എക്സിൽ നിരവധി മാറ്റങ്ങൾ ഇതിനോടകം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഡിസ്ലൈക്ക് ഫീച്ചർ മാത്രം എത്തിയിരുന്നില്ല. സന്ദേശങ്ങൾ വിവർത്തനം ചെയ്യാനുള്ള പുതിയ ഫീച്ചറുമായി വാട്സാപ്പ്. ആപ്പിനുള്ളിൽ തന്നെ തടസ്സങ്ങളില്ലാത്ത ബഹുഭാഷാ ആശയവിനിമയം സുഗമമാക്കുക എന്നതാണ് പുതിയ ഫീച്ചറിന്റെ ലക്ഷ്യമെന്ന് വാട്സാപ്പ് ബീറ്റ ഇൻഫോ. വിവർത്തനം ചെയ്യുന്നതിനോടൊപ്പം വോയിസ് നോട്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഫീച്ചറുകളും അവതരിപ്പിച്ചേക്കും. പുതിയ ഫീച്ചറുകൾ ആപ്പിൽ ഉടൻ. വായ്പാ പലിശ കൂട്ടി SBI. നിശ്ചിത കാലാവധിയുള്ള വായ്പകളുടെ പലിശ നിരക്ക് 10 ബേസിസ് പോയിന്റ് കണ്ടാണ് വർദ്ധിപ്പിച്ചത്. വർദ്ധിപ്പിച്ച നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. മറ്റ് ബാങ്കുകളും ഉടൻ തന്നെ വായ്പകൾക്ക് പലിശ കൂട്ടും. വാഹന, വ്യക്തിഗത വായ്പകളുടെയും മറ്റും മാസത്തവണ, തിരിച്ചടവ് തുക എന്നിവ ഉയരാൻ സാധ്യത. 2024 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ സ്മാർട്ട് ഫോൺ വിപണിയിൽ വൻ നേട്ടം. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏറ്റവും വലിയ വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയതെന്ന് റിപ്പോർട്ട്. യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലുണ്ടായ രണ്ടക്ക വളർച്ച ആഗോള വിപണിയെ സ്വാധീനിച്ചു. സാംസങ് ആണ് പട്ടികയിൽ ഏറ്റവും മുന്നിൽ. ക്രൂഡ് ഓയിലിന്റെ വിൻഫോൾ ടാക്സ് ഉയർത്തി ഇന്ത്യ. ഉയർത്തിയത് 16.66%.
പുതിയ വിജ്ഞാപനം അനുസരിച്ച് വിൻഫോൾ ടാക്സ് മെട്രിക് ടണ്ണിന് 6,000 രൂപയിൽ നിന്ന് 7,000 രൂപയായി ഉയർന്നു. പുതിയ നിരക്കുകൾ ജൂലൈ 16 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഔദ്യോഗിക അറിയിപ്പ്. ആപ്പിൾ ഓഹരികൾ എക്കാലത്തെയും ഉയർന്ന നിലയിൽ. 2022 ശേഷം ആപ്പിളിന്റെ ഏറ്റവും വലിയ പ്രതിദിന ശതമാനം നേട്ടമെന്ന് ഓഹരി വിപണിയിലെ വിദഗ്ധർ. ഓഹരി വിപണിയിലെ വമ്പൻ നേട്ടം വൈവിധ്യമാർന്ന AI സവിശേഷതകൾ പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെ. ഏറ്റവും ശ്രദ്ധേയമായത് ഓപ്പൺ AIയുടെ ഹിറ്റ് ജനറേറ്റീവ് AI ചാറ്റ്ബോട്ട് ChatGPT നേരിട്ട് ഐഫോൺ ആപ്ലിക്കേഷനുകളിലേക്ക് സംയോജിപ്പിച്ചത്. മഹീന്ദ്ര ഥാറിന്റെ 5 ഡോർ പതിപ്പ് ഥാർ അർമദയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്ത്. നിലവിലെ ഥാറുമായി മാറ്റങ്ങളുള്ള ഡിസൈനാണ് പുതിയ മോഡലിന്. ഇന്ത്യൻ വാഹന വിപണി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഥാർ അർമദ ഓഗസ്റ്റ് 15 വിപണിയിലെത്തും. വാഹനം പെട്രോൾ, ഡീസൽ എഞ്ചിൻ മോഡലുകളിൽ മഹീന്ദ്ര ഥാർ 5 ഡോർ ലഭിക്കും. Audi Q5 Bold Edition ഇന്ത്യയിൽ മൊത്തം 5 കളർ ഓപ്ഷനുകളിൽ വിൽപ്പനയ്ക്കെത്തും. 72.30 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. എഡിഷന്റെ പരിമിതമായ യൂണിറ്റുകൾ മാത്രമേ ലഭ്യമാകൂ എന്ന് കമ്പനി. ദ പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ ചിത്രത്തിൽ ആസിഫ് അലി. ചിത്രീകരണം പൂർത്തിയായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച് സംവിധായകൻ ജോഫിൻ. ആസിഫ് അലിക്കൊപ്പം അനശ്വര രാജൻ, മനോജ് കെ ജയൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ബിഗ് ബജറ്റ് ചിത്രം പീരിയോഡിക് ക്രൈം ത്രില്ലർ വിഭാഗത്തിലാണ് ഒരുങ്ങുന്നത്. സലാം ബുഖാരി സംവിധായകനാകുന്ന പുതിയ ചിത്രം ഉടുമ്പൻ ചോല വിഷന്റെ ടൈറ്റിൽ പോസ്റ്റ് പുറത്ത്. മാത്യു തോമസും ശ്രീനാഥ് ഭാസിയുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുക. ഒരു മുഴുനീള എന്റർടൈനറായാണ് ഉടുമ്പൻ ചോല വിഷൻ ഒരുങ്ങുന്നത്. A&R മീഡിയ ലാബ്സിന്റെയും UB പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ അഷർ അമീർ, റിയാസ് കെ മുഹമ്മദ്, സലാം ബുഖാരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആരാധകന് പിറന്നാൾ സമ്മാനമായി ലംബോർഗിനിയുടെ കളിപ്പാട്ട കാർ നൽകി മമ്മൂട്ടി. ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ സെറ്റിൽ മമ്മൂട്ടിയുടെ കുട്ടി ആരാധകൻ മഹാദേവ് സ്ഥിരമായി സന്ദർശനം നടത്താറുണ്ടായിരുന്നു. തുടർന്നാണ് പിറന്നാൾ ദിനത്തിൽ കുട്ടി ആരാധകന് സമ്മാനവുമായി മമ്മൂട്ടി എത്തിയത്. തുടർച്ചയായി 19ാം ദിവസവും ബോക്സ് ഓഫീസിൽ വിജയകരമായി പ്രദർശനം തുടർന്ന് നാഗ് അശ്വിൻ പ്രഭാസ് ചിത്രം കൽക്കി. ആഗോളതലത്തിൽ 1000 കോടി പിന്നിട്ട ചിത്രം ഇന്ത്യയിൽ മാത്രം കഴിഞ്ഞ 18 ദിവസം കൊണ്ട് നേടിയത് 580.15 കോടി. ഇതോടെ ഷാരൂഖ് ഖാൻ ചിത്രം പഠാൻ, രൺബീർ കപൂറിന്റെ അനിമൽ എന്നീ സിനിമകളുടെ ഇന്ത്യൻ കളക്ഷൻ റെക്കോർഡുകളാണ് കൽക്കി ഭേദിച്ചത്. ജാൻവി കപൂർ നായികയായി എത്തുന്ന ഉൽച്ചിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങും. ചിത്രത്തിൽ മലയാളി താരം റോഷൻ മാത്യുവും. ചിത്രം ഓഗസ്റ്റ് 2 പുറത്തിറങ്ങും. ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ. ചിത്രം സംവിധാനം ചെയ്യുന്നത് ധനഞ്ജയ് ശങ്കർ. കന്നഡ നടൻ രക്ഷിത് ഷെട്ടി അടുത്തിടെ നിർമ്മിച്ച സിനിമയിൽ പഴയ സിനിമകളിലെ ഗാനങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്ന് പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ബംഗളൂരു പോലീസ് കേസെടുത്തു. പോലീസ് ഷെട്ടിക്കും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസായ പരംവ സ്റ്റുഡിയോയ്ക്കുമെതിരെയാണ് കേസെടുത്തത്. അടുത്തിടെ പുറത്തിറങ്ങിയ ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിൽ പഴയ സിനിമകളിലെ ഗാനങ്ങൾ പകർപ്പവകാശമില്ലാതെ ഉപയോഗിച്ചതിനാണ് കേസ്. ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി സിംഗിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് തന്റെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ പരാതിയുമായി നടിയും മോഡലുമായ രേഷ്മ സെബാസ്റ്റ്യൻ. തന്റെ പേരുപയോഗിച്ച് സ്മൃതി സിംഗിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രേഷ്മ. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പ്രതികരണം.
രസകരമായ പോസ്റ്ററുമായി VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന മീര ജാസ്മിന്റെ പാലും പഴവും. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ പനോരമ മ്യൂസിക് ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. പനോരമ മ്യൂസിക്കിന്റെ മലയാള സിനിമയിലേക്കുള്ള ചുവടുവയ്പ് ബോളിവുഡിൽ ഹിറ്റായ റൺവേ 34, ദൃശ്യം 2, ഷെയ്ത്താൻ, ട്രേഡ് പീരിയഡ്സ്, ബ്ലാക്ക് ഔട്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ ചിത്രം ബ്രോമാൻസ് ഒരുങ്ങുന്നു. സിനിമയുടെ പൂജയും ചിത്രീകരണവും നടന്നു. ജോ ആൻഡ് ജോ, 18+ എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ജോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രോമാൻസ്. അർജുൻ അശോകൻ, മാത്യു തോമസ്, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ് എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു.